Hello guys, welcome back to our vlog. ആദ്യത്തെ വ്ളോഗിൽ എന്താ പറയണ്ടേ? സോ അഖിൽ, നമ്മൾ ഒത്തിരി നാളും കൊണ്ട് ഡിസൈഡ് ചെയ്തിരുന്നായിരുന്നു ഈ ഒരു വീഡിയോ ഉണ്ടാക്കണമെന്ന്. ഹൗ ആർ യു ഫീലിംഗ് മൈ ബ്രോ? വെരി എക്സൈറ്റഡ് ബ്രോ. പക്ഷെ ഇന്നലും ഇതുണ്ടാക്കി തീരുന്ന മലയാളം അറിയത്തില്ല, എന്ത് പറയാ, നിന്നൊന്നും ಗೊತ್ತಿല്ല. സോ ഹം അതിൻ്റെ ഇടയ്ക്ക് ഹിന്ദി വന്ന് നമ്മുടെ ഈ വീഡിയോൻ്റെ അകത്തുള്ള എല്ലാ മലയാളികളെയും നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ദിസ് ഇസ് അഖിൽ, ഇവനൊരു മലയാളിയാണ്. ക്ലാസ് 10B. ഞാൻ മലയാളിയല്ല അല്ലേ? ഹരി പിന്നെ സ്ലേവ് ബോയ് അല്ലേ? പിന്നെ സ്ലേവ് ബോയ്. ദിസ് ഇസ് ദ സ്ലേവ് ബോയ്. എന്തുവാ പേര്? നിന്റെ കണ്ണോ? കണ്ണൻ. അക്ഷരം മാറിയൊന്നും പോയില്ലല്ലോ. ഓ ഗോഡ്, പതായി സോ എനിക്കറിയില്ലായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ഓ ദേഖയോ. ഛേ, എനിക്ക് മലയാളം ശരിക്കും അറിയത്തില്ല. ഓ, ഇതെങ്ങനെയാ തുറക്കുന്നേ? എല്ലാം തള്ളുമല്ല വെച്ചത്, വലിക്കൊക്കെ. So we have Ashwati. Hello. Again, മലയാളി അല്ല അവൻ. ഇവൻ ബംഗാളിയാണ്, ബംഗാളി. ഭയ്യ ഭയ്യ ആപ്കാ നാം ക്യാ ഹേ? मेरा नाम हरिकृष्ण ദേശ്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ കാജൽ ചേച്ചി ഇവിടെ ഉണ്ട്. മലയാളിയാണോ? ചിരി അടിച്ചു പൊട്ടിക്കും. സോ അഖിൽ, ഇനി നമ്മൾ എന്തുവാ ചെയ്യാൻ പോകുന്നേ? നമ്മളോ? ബടാ ബോറിംഗ് സാ വ്ലോഗായി പോയി. മലയാളം പറയാൻ വഴങ്ങുന്നില്ല. റൈറ്റ്. സോ നീയേ ഉള്ളു കാണാൻ കൊള്ളാന്ന്. അഖിൽ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ ഉണ്ടാക്കാൻ പോവാം. വാടാ പോവാടാ. എടുത്തോ. എന്തുവാ? വാ ചേട്ടൻ, നമുക്ക് പോവാം. കുഞ്ഞ്, നീ എന്താ തിന്നുന്നേ? ബാ ചേട്ടൻ്റെ കൂടെ വരണങ്ങച്ചേട്ട വാങ്ങിച്ചതാ. കാജൽ എന്താ ഒന്നും മിണ്ടാത്തെ? സോ ഗൈസ്, ഇത് നമ്മൾ പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്ത വീഡിയോസ് ഇവിടെ കമ്പൈൽ ചെയ്തേക്കുമാണ്. ഇത് രണ്ടാമത്തെ ദിവസം നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പകൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ വന്നതാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ പ്ലേയിങ് കാർഡ്സ് ഒക്കെ കുറേ ഫുട്ടേജസ്. ഇതാണ് നമ്മുടെ ആദിക്കുട്ടൻ, അവനെ ബ്ലിങ്കിറ്റ് ചെയ്ത. ഇവിടെ നമ്മുടെ ജഗജല്ലി കില്ലാടി. അവൻ കാർഡ്സൊക്കെ ഷഫിൾ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് ഇരുന്ന് പോവും. കൊച്ചു കള്ളൻ. ഇഷ്ടമാണ്, പക്ഷെ കുറേ പട്ടികളെ പേടിയാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ ഷീറോ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്. ഷീറോയിന് ഇതൊന്നും സഹിക്കാൻ വയ്യ. അതുപോലെ നമ്മുടെ ക്രിഞ്ച് കോമഡി കണ്ടന്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ അതിന് ഭയങ്കര ഷീറോ. അതുകൊണ്ട് നമ്മുടെ കമ്പനിയെല്ലാം വിട്ടിട്ട് വെളിയിൽ പോയിരിക്കുവാണ്. ഹീറോ എന്തായാലും ഏതാണ്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പം പറയുവാണ്, ഇനി
പക്ഷേ ഈ വീഡിയോ ഉണ്ടാക്കിയ എല്ലാത്തിനെയും ഞാൻ ഓടിച്ചിട്ട് കളിക്കും. ये कैसा प्यार है भाई? സോ എന്തായാലും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ അകത്ത് ഇങ്ങനെ കുറേ നമ്മുടെ അൺസീൻ ഫുട്ടേജസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ അതിലോട്ട് കടക്കുന്നതിന് മുമ്പേ, ബ്ലൂപ്പേഴ്സ് കാണുന്നതിന് മുമ്പേ ഞാൻ ചെറിയൊരു വീഡിയോ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ജസ്റ്റ് ടു ടോക്ക്. ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ട മിനി വ്ളോഗ് നമ്മുടെ ഈ റീൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന കുറേ വീഡിയോ റെക്കോർഡിങ്സ് ഒക്കെയാണ്. നമ്മൾ ഈ റീൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള കുറേ ഫണ്ണി മൂമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതൊരു മിനി വ്ളോഗായിട്ട് റിലീസ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് പുഷ് ചെയ്യുകയാണ്. പിന്നെ നമ്മളുണ്ടാക്കുന്ന കണ്ടൻറ്റ് വളരെ യുനോ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ച് സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഇനി ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് മേക്കിംഗ് കണ്ടൻറ്റ്, കുറച്ച് ക്രിയേറ്റീവ് കണ്ടൻറ്റ് നമ്മുടെ ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ചെറിയ രീതിയിൽ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത്. സാറ്റർഡേ സൺഡേസ് മാത്രം നമുക്ക് സമയം കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീറ്റപ്പ് ചെയ്ത് ഇതുപോലത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മിനി വ്ളോഗിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ ഉള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടോക്ക് ടു യു പീപ്പിൾ. നിങ്ങൾ ഈ കാണുന്ന കുറേ നമ്മുടെ ഫണ്ണി കണ്ടൻറ്റും അതല്ലാതെ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ വെറും 30 സെക്കൻഡ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡ്സിൻ്റെ വീഡിയോ ക്ലിപ്പായിരിക്കും കാണുന്നത്. അതിൻ്റെ അത് നമ്മൾ എന്തെങ്കിലും ഫണി ആയിട്ട് പറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്. പക്ഷേ ഈ ഒരു 30 സെക്കൻഡ്സിൻ്റെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. കുറേ അതിൻ്റെ പുറകെ എഫേർട്സ് ഉണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അതല്ലാതെ കുറേ മൾട്ടിപ്പിൾ ടേക്സ് എടുത്തിട്ടായിരിക്കും നമുക്ക് ഒരു കറക്റ്റ് ഒരു ഷോട്ട് കിട്ടുന്നത്. പിന്നെ ആ വീഡിയോസ് എല്ലാം നമ്മൾ കമ്പൈൽ ചെയ്ത് അതിൽ നിന്ന് ബെസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളിവിടെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് കണ്ടോ. നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ ഫുട്ടേജസ് ഒക്കെ കാണും. അപ്പോൾ ഈ ഫുട്ടേജൊക്കെ അതിൻ്റെ അകത്തുനിന്ന് ബെസ്റ്റ് പാർട്സ് സെലക്ട് ചെയ്ത് ആ പാർട്സ് ഒക്കെ യൂസ് ചെയ്യണം. അപ്പം ഏത് പാർട്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏത് പാർട്സാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ബെസ്റ്റ് ഫുട്ടേജസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ്സ്. അപ്പം എന്തായാലും നിങ്ങൾ ഈ 30 സെക്കൻഡിൻ്റെ വീഡിയോ കാണുന്നത് അത് ഉണ്ടാക്കാൻ ചിലപ്പം ഒരു 20 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 1 hourൻ്റെ ഒരു എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ആസ്വദിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യുക, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഈ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ ആയിരിക്കും ഞങ്ങൾക്ക് ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, റൈറ്റ്? സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് കുറച്ചുകൂടെ ഒരു എനർജിയുടെ കൂടെ ഇതൊക്കെ ഉണ്ടാക്കും. സോ വളരെ ചിലവില്ലാത്ത ഒരു കാര്യമാണ് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും. ഐ എം നോട്ട് സെയിങ് ഞങ്ങളുടെ വീഡിയോന് ചെയ്യണം. നിങ്ങൾ ഏതൊരു കോണ്ടന്റ് ക്രിയേറ്ററിനെ കണ്ടു കഴിഞ്ഞാലും അവർ നല്ലൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് അപ്രീഷിയേറ്റ് ഇറ്റ്. ഐ പേഴ്സണലി ഡു ഇറ്റ്. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് അത്രയ്ക്ക് നല്ലതായിട്ട് ചെയ്യാൻ അറിയില്ല. പക്ഷേ വെൻ ഐ സീ അതർ പീപ്പിൾ ഡൂയിങ് എ വെരി ഗുഡ് ജോബ് ഇൻ ദ വീഡിയോ എഡിറ്റിംഗ് തിങ്, ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം അതുപോലെ നല്ല വീഡിയോസ്, ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എഡിറ്റിംഗ് കാണുമ്പോൾ തന്നെ നമ്മൾ കണ്ടിരുന്നു പോകും. ഓരോ ട്രാൻസിഷൻസും ഓരോ എഫക്ട്സും ഒക്കെ അവർ ആഡ് ചെയ്യുന്നത് അത് പ്രത്യേക ഒരു കഴിവാണ്. അപ്പം അതുപോലത്തെ ടാലൻ്റ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണത്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താലേ ഈ കോണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് ഒരു മോട്ടിവേഷനും ഒരു അകത്തു നിന്നുള്ള ആ ഒരു ഇൻസ്പിറേഷനും കിട്ടത്തുള്ളൂ. കാരണം ഇറ്റ് കോസ്റ്റ് നത്തിങ്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസയും ചിലവാകുന്നില്ല. നമ്മൾ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദർ ഇസ് നോ ഹാം ഇൻ ഷെയറിങ് ദാറ്റ് ആൻഡ് മേക്കിംഗ് സം വൺസ് ഡേ. സോ എന്തായാലും ഇത്രയും വീഡിയോൻ്റെ അകത്ത് പറയുന്നതിൻ്റെ അജണ്ട ഇത്രയേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മോസ്റ്റ് ഓഫ് അസ്. സോ പോസിറ്റീവോ നെഗറ്റീവോ എങ്ങനത്തെ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ടെൽ ദം ദാറ്റ് യു ക്യാൻ ഡു ദിസ് ഓർ മേ ബി ദിസ് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ക്യാൻ വർക്ക് ബെസ്റ്റ് ഫോർ യു. അപ്പം just making this small effort in between the mini vlog. ആകെ 2 മിനിറ്റ് വ്ളോഗ് ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ കുറേ ബ്ലൂപ്പർ വീഡിയോസും നമ്മൾ ഈ ഇടയ്ക്ക് റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ കോമഡി കോണ്ടന്റിൻ്റെയും ഇടയ്ക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്സും അല്ലെങ്കിൽ റീടേക്സും അതിനെ എല്ലാം നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇഫ് യു വാണ്ട് ടു സീ ഓൾ ദോസ് ഫണ്ണി മൂമെൻറ്റ്സ് ആൻഡ് വീഡിയോസ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. യു കൻ ഗോ ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു like, share and subscribe to my channel Akhil Life Malayalam and also Akhil's channel. It's called the Dilli Wala Malayali. ഞാൻ ഇവിടെ താഴെ ടാഗ് ചെയ്യുന്നതായിരിക്കും. അത് പോയി നിങ്ങൾ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും. ആൻഡ്
വിൽ ബി പോസ്റ്റിംഗ് മോർ കോണ്ടന്റ് ആൻഡ് കുറച്ചുകൂടെ റെഗുലർ ആകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വിത്ത് ടൈറ്റ് 9 to 5 ജോബ് ആൻഡ് സാറ്റർഡേ സൺഡേസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ള ആ സാറ്റർഡേ സൺഡേസ് എല്ലാം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. സോ ലെറ്റ്സ് സീ വേർ വി കൻ പുഷ് ദിസ്. ഞാനിങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പം കോമഡി കോണ്ടന്റ് പോസ്റ്റ് ചെയ്യും, ചിലപ്പം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പീസായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മേ ബി സംതിങ് റിലേറ്റഡ് ടു മ്യൂസിക്, ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്യുന്നത്, അങ്ങനെ റാൻഡം ആയിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഞാൻ അൺബോക്സിങ് വീഡിയോസും ഗാഡ്ജറ്റ്സിനെ കുറിച്ചുള്ള റിവ്യൂസും ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഐ എം ജസ്റ്റ് ടെസ്റ്റിംഗ് ഔട്ട് ആൻഡ് എക്സ്പെരിമെൻറ്റിംഗ് വാട്ട് വർക്ക്സ് ബെസ്റ്റ് ഫോർ മീ. സോ ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ മൈൻഡ് സെറ്റും കൊണ്ടായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ ഒരു പേഴ്സണെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു കണ്ടന്റ് കാണാൻ സാധിക്കുമെന്ന്. സോ ഐ എം ജസ്റ്റ് ടെസ്റ്റിംഗ് ഔട്ട് വാട്ട് വർക്ക്സ് ബെസ്റ്റ് ഫോർ മീ, മൈ ഓഡിയൻസ്, ആൻഡ് ഐ ജസ്റ്റ് ഹോപ്പ് യു ഗൈസ് കീപ് ഇൻ ടച്ച് ആൻഡ് through this journey, like Aculife build ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. I don't know where we will reach, but then throughout this journey I want your support, and that's all I have to say. This is Akshay signing off. You are watching Aculife Malayalam featuring Delhi wala Malayali. ശരി, സമയം എടുക്കും. भाई यही तो वीडियो बना रहे हो ഇതിലേക്ക് अभी डैडी फ्रेम से बाहर चला गया. ഫീസൊക്കെ വരട്ടെ, നീ ഇതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കേട്ടെ. ആ ഫീസൊക്കെ വരട്ടെ, നീ ഇതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീടിൻ്റെ വെളിയിലത്തെ റോഡിലോട്ട് ഇറങ്ങിയായിരുന്നു. അവിടെ റോഡിൽ തന്നെ നമ്മൾ ട്രൈപോഡിൽ നമ്മുടെ ഫോൺ വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ 2 ചെക്കന്മാർ ബൈക്കിൽ കൂടെ ഇതിലേ പോയപ്പോൾ അവർ ഈ ട്രൈപോഡിൽ ഫോൺ വെച്ചേക്കുന്നത് അത് ഇങ്ങനെ നോക്കിയിട്ടാണ് പോയത്. സ്റ്റാർട്ടിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് തിരിച്ച് ഈ വഴി കൂടെ തന്നെ വരുമായിരുന്നു. അപ്പം നമ്മൾ രണ്ടുപേരും ഇങ്ങനെ പേടിച്ചിരിക്കുമായിരുന്നു, ഇവന്മാരെ ഫോൺ തട്ടിപ്പിടിച്ചോണ്ട് പോകുമോ. അതിൻ്റെ ആ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. थोड़ी सी बट रही थी. वीडियो बना सकते, कंटेंट फोन लगाओगे लेके भाग जाओगे. वो ये वीडियो बना सकते थे भाई. हम തിരിഞ്ഞു വരുവാണെങ്കിൽ ठीक है. हाय चेटा, ഈ സ്ഥലം ഒന്ന് എവിടെയാന്ന് പറഞ്ഞു തരാമോ? वो आ जाएगा, उसके बाद मेरा वाला फिर तेरा. ठीक है. എടാ അക്ഷയ്, നീ ऐसा रियल नहीं हुआ ना. നമ്മുടെ അമീർ ഖാനിന് പഠിക്കുവാണ് അഖിൽ. ഭയങ്കര മെത്തേഡ് ആക്ടിങ് ആണ്. എടാ അക്ഷയ്, ആ സുരേഷ് ചേട്ടാ സെയിം ഡയലോഗ് ഒന്ന് പറയാമോ? എടാ പഠിപ്പിക്കണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാ പോരെ. അയ്യത് മോഹൻലാലോ ആരാന്ന് ഫോണിൽ സെക്കൻഡ് സെറ്റപ്പ് എന്ന് എഴുതിയേക്കുന്ന ഫോൺ ഇങ്ങോട്ട് നാടാ. എടി ഹലോ ഹലോ മോളെ, ഹലോ ഹലോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആ വന്നു, വാ കേറ്. സൈദാ भाई फेस पे फोकस नहीं. हाँ देखिए रजिस्टर मैरिज इधर कल्याण में ओ हाइडर सुखम. अब उधर से ये बोलेंगे कि क्या ये बोलेगा कണ്ണൻ कि ओ जीसस क्राइस्ट എപ്പോ പിറന്നു കുഞ്ഞാടി വരെ.
എന്നെ പഠിപ്പിക്കണ്ടെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഗിരിഗിരി ഇംഗ്ലീഷ് കോച്ചിങ്. നീ അത് ഊരിയിട്ട് എനിക്ക് തരണം. നീ उतार के मुझे दे दियो. उतार के? हाँ. ठीक है. हाँ. क्या बोलूँ क्या मैं? गाइस मैं बोलूँगा गाइस प्लीज सब्सक्राइब टू गिरिगिरी इंग्लिश कोचिंग सेंटर एंड दिल्ली वाला मलयाली. शे आक्यो लाइफ मलयालम गिरिगिरी कोचिंग सेंटर अല്ല ऐसा ठीक है. ठीक है. हाँ 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 क्या भाई या जनता तो तू बोलेगा मैं आके एंड दिल्ली वाला मलयाली आंसर. ठीक है. और तू मुझे चश्मा लेगा मार देगा और तू जल्दी बोल देगा ऐसा. हाँ. ठीक है. Hey guys please follow गिरिगिरी इंग्लिश कोचिंग सेंटर एंड दिल्ली वाला मलयाली. പാടാ അവിടുന്ന്. and also ആക്യോ ലൈഫ് മലയാളം.